ചെമ്മണ്ണാർ ഗ്യാപ് റോഡിൽ അപകട മരണങ്ങൾ തുടർക്കഥയാകുന്നതിൽ ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി.എം. രതീഷാണ് നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരം ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഗതി മാറും. ജനകീയ സമിതി സിന്ദാബാദ്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന ചെമ്മണ്ണാർ ഗ്യാപ് റോഡിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി.എം. രതീഷ് ഏകദിന നിരാഹാര സമരം അനുഷ്ഠിച്ചത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും എത്തിയ വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം 45ഓളം അപകടങ്ങളാണ് ഈ റോഡിൽ ഉണ്ടായത്. 14 പേർ മരണപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് അപകട മുന്നറിയിപ്പ് നൽകുക, 100 മീറ്റർ അകലത്തിൽ അപകടം സൂചിപ്പിക്കുന്ന സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുക, അപകടങ്ങൾ സൂചിപ്പിക്കുന്ന അനൗൺസ്മെന്റുകൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി.എം. രതീഷ് ഏകദിന നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക, ടേക്ക് എ ബ്രേക്ക് സ്ഥാപിക്കുക, 100 മീറ്റർ അകലത്തിൽ സിഗ്നൽ ബോർഡ് സ്ഥാപിക്കുക, പിന്നെ അപകടങ്ങൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിരാഹാര സമരം നടത്തുന്നത്. ചൊക്രമുടി റോഡരികിൽ നടന്ന നിരാഹാര സമരം ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി അംഗങ്ങൾ, ആശ്രയം ചാരിറ്റബിൾ സൊസൈറ്റി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൈസൺ വാലി മണ്ഡലം കമ്മിറ്റി, ചൊക്രമുടി ആദിവാസികൾ, പൊതുജനങ്ങൾ എന്നിവർ സമരത്തിന് പിന്തുണയുമായി എത്തി. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.